ഹലോ ഗൈസ്, വെൽക്കം ടു ISL ടോക്ക്. കാത്തിരിപ്പിന് വിരാമമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്, നിഷു കുമാർ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു. ഏതാണ്ട് തിരിയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രേക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തതെന്ന് കേട്ട ആ സമയം മുതൽ തന്നെ നിഷുവിന്റെ പേരും റൂമേഴ്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിനെ ചൊല്ലി തർക്കങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ നിലനിന്നിരുന്നു. ഒടുവിൽ നിഷു തന്നെ ബംഗളൂരുവിനോട് താങ്ക്സ് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നു. അതോടൊപ്പം തന്നെ കിബു തന്റെ ലൈവുകളിലെല്ലാം നിഷുകുമാറിനെ മെൻഷൻ ചെയ്തും തുടങ്ങി. എന്തു തന്നെയായാലും ഒഫീഷ്യൽ വരാതെ നമുക്കൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. നിഷുകുമാറിലേക്ക് വരികയാണെങ്കിൽ 22 വയസ്സാണ് താരത്തിന്റെ പ്രായം. താരത്തിന്റെ പ്രധാന പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കാണ്. എന്നിരിക്കെ റൈറ്റ് ബാക്കായും താരം കളിക്കാറുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ ജസൽ കണിറോ തന്റെ കോൺട്രാക്ട് പുതുക്കിയ സ്ഥിതിക്ക് തീർച്ചയായും റൈറ്റ് ബാക്കായി ആയിരിക്കും നിഷു കുമാർ ലൈനപ്പിൽ ഉണ്ടാവുക. 4 വർഷത്തേക്കാണ് താരത്തിന്റെ കോൺട്രാക്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 കോടിയോളം രൂപ മുടക്കിയാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഇതോടെ ഹൈയസ്റ്റ് പെയ്ഡ് ഇന്ത്യൻ ഡിഫൻഡർ എന്ന ലേബലിലേക്ക് താരം ഉയർന്നിരിക്കുകയാണ്. ഇതിനു മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ താരമായിരുന്ന സന്ദേശ് ജിങ്കനായിരുന്നു ആ പദവി അലങ്കരിച്ചിരുന്നത്. ഇതോടെ സന്ദേശ് ജിങ്കന്റെ റെക്കോർഡാണ് നിഷു കുമാർ തകർത്തിരിക്കുന്നത്. ബംഗളൂരു FC ഓണർ പ്രാജിന്ദാൽ തന്നാൽ കഴിയുന്ന വിധം നിഷു കുമാറിനെ ടീമിൽ റിട്ടേൺ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഇത്രയും നല്ലൊരു ഓഫർ നിരസിക്കുവാൻ നിഷു കുമാറിന് സാധിച്ചില്ല. ഇനി നിഷു കുമാറിന്റെ ISL സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ താരം പ്ലേ ഓഫ് അടക്കം 45 മത്സരങ്ങളാണ് കളിച്ചത്. 2 ഗോളുകളും നേടി. അസിസ്റ്റുകളൊന്നും തന്നെ താരത്തിന്റെ പേരിൽ കുറിക്കുവാൻ താരത്തിന് സാധിച്ചിട്ടില്ല. 4 തവണ യെല്ലോ കാർഡും 2 തവണ റെഡ് കാർഡും മേടിച്ചു. ഇനി കരിയർ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 85 മത്സരങ്ങളാണ് കളിച്ചത്. 5 ഗോളുകൾ നേടി. അവിടെയും അസിസ്റ്റുകൾ താരത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഇനി മൊത്തത്തിൽ ISL മൊത്തത്തിൽ ഒരു കളിശൈലി നോക്കുകയാണെങ്കിൽ ഒരേ സമയം ഡിഫൻസിനെയും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെ ലോങ് റേഞ്ചർ ഷോട്ടുകൾക്കെല്ലാം പേര് കേട്ട ഒരു താരം തന്നെയാണ്. എന്തായാലും താരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.